ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായ സ്ഥലം തന്നെയാണ് ചെങ്കോട്ട. ഈ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ നടന്നത് ഭീകരാക്രമണം തന്നെയാണ് എന്നുള്ള സംശയം തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. ആക്രമണത്തിന് ഇവിടെ തന്നെയാണോ പദ്ധതിയിട്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഡൽഹി, ഹരിയാന, ജമ്മു കശ്മീർ പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ ഫരീദാബാദിൽ നടന്നത് ഭീകരസെല്ലിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള 2900 കിലോ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരുൾപ്പെട്ട സംഘമാണ് പിടിയിലായത്. അന്വേഷണം തങ്ങളിലേക്ക് എത്തും എന്ന് ഭയപ്പെട്ടവരാണ് ചാവേറായി പൊട്ടിത്തെറിച്ചത്. പിടിക്കപ്പെടും മുമ്പ് സ്ഫോടനം നടത്താം എന്ന ചിന്തയായിരുന്നു എന്നുള്ളതാണ് സംശയം. ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ഇതിന് പിന്നിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്ന് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഭാരതം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പകരം ചോദിക്കുമെന്ന് അണികൾക്ക് മുന്നിൽ മുഖം രക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നു. അതിന് അവർക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. പക്ഷേ ഭാരതം നിതാന്ത ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നുമില്ല, തുടരുമെന്ന് നമ്മൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ജാഗ്രതയുള്ളതുകൊണ്ടാണ് ഭീകരസെല്ലിനെ പിടികൂടാൻ സാധിച്ചതും. അല്ലായിരുന്നുവെങ്കിൽ ഭീകരാക്രമണത്തിൻ്റെ വ്യാപ്തി ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. ഭാരത മണ്ണിൽ ഒരു ഭീകരവാദി ആക്രമണം ഉണ്ടായാൽ നരേന്ദ്രമോദി സർക്കാർ തക്കതായ രീതിയിൽ തക്കതായ സമയത്ത് പ്രതികരിക്കുമെന്ന് പാകിസ്ഥാന് വളരെ നന്നായിട്ട് അറിയാം. ഈ ആക്രമണം ആരാണോ ചെയ്തത് അവരെ കണ്ടെത്തി ശിക്ഷ നൽകുമെന്ന് മോദി വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമിരുന്ന് ഭാരതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് മോദി നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഭാരതം കണ്ണടക്കുകയില്ല. ഭീകരവാദം നടന്നാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഭാരതം വ്യക്തമാക്കിയ കാര്യമാണ്. സൈനിക നടപടി ഉണ്ടാകുമെന്ന് അതിന് അർത്ഥമില്ല. അതല്ലാത്ത നടപടികൾ ഭാരതത്തിനകത്തും പുറത്തും ചെയ്യാനുള്ള കഴിവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും നമുക്കുണ്ട്. എന്നാൽ രാജ്യത്തിനകത്ത് ദൗർഭാഗ്യകരമായ സംഭവം നടന്നപ്പോൾ രാഷ്ട്രചിന്ത ഇല്ലാതെ രാഷ്ട്രീയ താൽപ്പര്യം മാത്രം നോക്കി മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുമുണ്ട്. മുൻകാലങ്ങളിൽ നിരന്തരം ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നതും ഭീകരവാദി ആക്രമണങ്ങൾ നടന്നതും അതിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യം ഇപ്പോൾ സമാധാനപൂർണ്ണമായി പോകുന്നു എന്നുള്ളതും ഭാരതത്തിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഒരു രാജ്യത്തിനും കഴിയുകയില്ല. അത് അങ്ങനെ ഒരു ആശയമാണ്. വൈറ്റ് കോളർ ടെററിസമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വിദ്യാഭ്യാസവും ആവശ്യത്തിന് സാമ്പത്തിക ചുറ്റുപാടുകളും ഉള്ളവരാണ് ഇതിനു പിന്നിൽ. അവർ പോലും മതപരമായ ആശയത്തിൻ്റെ പേരിൽ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് തിരിയുന്നത് ആശങ്കാജനകം തന്നെയാണ്. തീവ്രവാദികൾ വിദ്യാഭ്യാസവും ജോലിയും ഇല്ലാത്തവരാണ് എന്നുള്ള ധാരണ തിരുത്തപ്പെടുന്നു. മതഭ്രാന്തത്തിൻ്റെ ഭാഗമായി ആളുകളെ വഴിതെറ്റിക്കാനുള്ള ഒരു സിസ്റ്റം പാകിസ്ഥാനുണ്ട്. അത് ഭാരതത്തിൻ്റെ ഉള്ളിൽ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീരിനെ എപ്പോഴും സജീവമായി നിർത്താനുള്ള ശ്രമം കൂടി തന്നെയാണ് ഇത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അത് അനിവാര്യവുമാണ്. കശ്മീരിൽ സമാധാനവും വികസനവും പുലരാതിരിക്കുന്നതിനുള്ള തന്ത്രവും കൂടിയാണിത് പാകിസ്ഥാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭീകരാക്രമണത്തിലൂടെ ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂട്ടാൻ യാത്രയും അതാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതേസമയം രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുമില്ല.